പിണറായി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണ്. വളരെ വളരെ നിർഭാഗ്യകരമായൊരു സംഭവം ഞാനീ പറയുകയാണ്. ഞാനത് പിണറായി പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യം പോട്ടെ, അജിത്തിൻ്റെ വീട്ടിൽ അജിത്ത് ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഈ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നു. ഈ തലപ്പത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അഡ്രസ്സിലും നിങ്ങളുടെ സംഘടനയുടെ അഡ്രസ്സിലും വെറുക്കപ്പെട്ടതെന്ന് പറയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കള്ള ബിസിനസ്സാണെന്നറിയുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരാളുടെ കൺസൾട്ടൻസി എടുത്ത് നിങ്ങളുടെ മകനും നിങ്ങളും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നു. ഞാനാണെങ്കിൽ ഇഷ്ടപ്പെടില്ല. ഇപ്പം എൻ്റെ മകൻ, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്നു. എൻ്റെ മകന് വേറെ ജോലിയൊന്നുമില്ല, വലിയ പണമൊന്നും കിട്ടുന്നില്ല. അവൻ അച്ഛൻ്റെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഓഫീസിലും എൻ്റെ വീട്ടിലിരുന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ കമ്മീഷൻ മേടിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഇറങ്ങടാ പുറത്തുനിന്ന്. രണ്ടും കൂടി അത് വീണയുടെ കേസിൽ അത് പറയട്ടെ, പേര് പറയട്ടെ, അല്ലാതെ അത് മകൾ വീണയുടെ കേസിൽ അത് പിണറായി ചെയ്തത് അധാർമികമാണ്. അത് അഴിമതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ചുരുളഴിയും. പക്ഷേ അത് അധാർമികമാണെന്ന് തുടക്കം മുതൽ പറയുന്നതാണ്. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം മകൾക്ക് കരിമണൽ കർത്താവുമായി എന്ത് ചെറിയ ഇടപാട് പോലും നടത്താൻ അനുവദിച്ചത് പിണറായി സഖാവിനെ പോലെ പോളിറ്റ് ബ്യൂറോ അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ എന്താ പറയുക ഏറ്റവും ഉയർന്ന ഏറ്റവും സീനിയറായി ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പിണറായി ചെയ്തത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം മാത്രമല്ല ജനാധിപത്യ വിരുദ്ധം. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ട് അതിനെ കണക്കും. അതിന് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതെങ്ങനെയാണ് പറ്റുക? അതെങ്ങനെ പറ്റും? നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, നിങ്ങളൊരു വ്യക്തിയല്ല, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എൻവയറമെൻറ്റിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിലും അത് തന്നെയാണ്. ഏതോ രവി പിള്ളയുടെ കമ്പനിയിൽ എന്തോ വലിയ പദവി കിട്ടുന്നത് എങ്ങനെയാണ്? എൻ്റെ മകന് കിട്ടുമോ? നിങ്ങളുടെ മകന് കിട്ടുമോ? നിങ്ങൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബിടെക് പാസ്സായ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വൈസ് പ്രസിഡൻ്റായിട്ടൊരു കമ്പനിയുടെ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്? ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ല, ഇത് മനസ്സിലാക്കുന്നു. നമുക്കും കുട്ടികളുണ്ട്, മനുഷ്യർക്കും കുട്ടികളുണ്ട്, അവർക്ക് ജോലി വേണം, പിന്നെ പഠനം വേണം. അധികാരത്തിൻ്റെ ഇതിലല്ലേ അതെല്ലാം ലഭിക്കുന്നത് ഈ മക്കൾക്കും ഭാര്യമാർക്കും. സി കേശവൻ എന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അങ്ങനെ മുൻമുനയിൽ നിർത്തിയ കെ ബാലകൃഷ്ണന്റെ നാട് കൂടിയാണ്. എത്രയോ പേര് അപ്പോൾ വീട്ടിൽ എത്രയോ പേര് സി എച്ച് കണാരൻ എന്തിനാണ് കോൺഗ്രസിലേക്ക് പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പട്ടിക പറയാമല്ലോ. എൻ്റെ ചെറിയച്ഛൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏക വലിയ സമ്മാനം ഒരു റസ്ക് പൊതിയായിരിക്കും. ഏറ്റവും ഒരു ബേക്കറിയിൽ വില കുറഞ്ഞത് റസ്ക്കാണ്. ആ ഒരു കുട്ടിക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലുതായിട്ട് തോന്നും സമ്മാനം. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പാർട്ടി അംഗത്വത്തിൽ കൂടിയോ അതിൻ്റെ എന്തെങ്കിലും ഓരത്തുകൂടെ നടക്കലല്ല. അതുകൊണ്ടാണ് പിണറായി ചെയ്തത് തെറ്റാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് CPM നേതൃത്വം മാറണം. പിന്നെ പരസ്യം താങ്കൾ എന്നാണ് അത്ഭുതം പോലെ ചോദിക്കുന്നത്? അതാണല്ലോ നമ്മൾ നിലപാട്. ഈ പാർട്ടിയുടെ പരാജയം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അദ്ദേഹത്തിന് കൊടുത്തില്ലേ പാർട്ടി? അതൊക്കെ നിങ്ങൾ എന്നോട് അത്തരത്തിലുള്ള ഇമാതിരി ആങ്കർ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ. കാരണം യു ബി നാച്ചുറൽ. അതൊന്നും പ്രത്യേകിച്ചൊരു സെൻസേഷനും കിട്ടില്ല. കാരണം സെൻസേഷൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ സെൻസേഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടെ താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കാണുക. അത് സെൻസേഷൻ ഒന്നും വേണ്ട. അത് കൊടുത്തത് തെറ്റാണ്, അത് കൊടുത്തത് അവർ തീരുമാനിച്ചതാണ്. അതിലിങ്ങനെ സെൻസേഷൻ പറഞ്ഞ് ബൈറ്റ് കിട്ടി ആളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്കുള്ള ഗ്ലാമർ എനിക്കില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയോ അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ താങ്കൾ അങ്ങനെയൊക്കെ ചോദിച്ചെന്തെങ്കിലും കൊടുത്തിട്ട് അതിന് എനിക്ക് വളരെ നാച്ചുറലാണ്. അദ്ദേഹം ആവാൻ പാടില്ലായിരുന്നു. ഇല്ല, അതല്ലേ പറഞ്ഞു. അതൊരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആളുകളെ സെക്രട്ടേറിയറ്റിൽ വെച്ച് തനിക്ക് വിധേയമായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന സഖാവ് M. ഗോവിന്ദനെ സെക്രട്ടറിയാക്കി CPM മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൻ്റെ ആശ്രിതരെ നിരത്തി അതിൽ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ഈ പറയുന്ന പോലെ തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ളൊരു ഭരണം, അത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അത് മൂർധന്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഓരോ കിലോമീറ്ററിലും 2 പിണറായിയുടെ പടവുമായി ഒരു ബോർഡ് വീതം കണ്ടത്. അപ്പോൾ കേരളത്തിൽ CPM തോൽക്കുകയാണെന്നുള്ളത് ഇനി ഞാൻ അറിയണ്ട, എൻ്റെ പോലത്തെ ചരിത്രമൊന്നും വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ അവർ സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പറഞ്ഞ് KM ബാലഗോപാൽ ഫണ്ടൊക്കെ വെളിയിൽ പോകാതെ സൂക്ഷിച്ചു. അത് വളരെ ശുദ്ധ നുണയാണ് അജിത്ത്. നുണ പറയുകയാണ് പാർട്ടിയോട്. ഇവരുടെ പഠിച്ച ഈ 10 കൊല്ലത്തെ അധികാരത്തിന് ശേഷം ഇവർ അച്ഛനോടും അമ്മയോടും നമ്മൾ നുണ പറയുന്നത് മോശമായിട്ട് പറയില്ലേ? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലുള്ള പാർട്ടിയോട് ഉള്ളു തുറന്ന് പെരുമാറണം. ഞാനിപ്പോൾ വാക്ക് കൃത്യം പറയുകയാണ്. ഈ നുണയാണ് ബൂത്ത് മുതൽ ഈ കമ്മിറ്റി അംഗങ്ങൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ വീട്ടിൽ പോവില്ല.
വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ നയങ്ങളുമായിട്ട് വീട്ടിൽ ചെന്നുള്ള ബുദ്ധിമുട്ട് അവർക്കറിയാം. അവരുടെ വീട്ടിലത് അനുഭവിക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അവർ പോവില്ല, എന്നിട്ട് പോയി എന്ന് കാണിക്കും. പിന്നെ ബൂത്തിലിരുന്ന് ഇരിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ബൂത്ത് എണ്ണിക്കഴിഞ്ഞിട്ട് നുണ എഴുതി വയ്ക്കും. ഇതാ ഇവിടെ നമ്മൾ 100-600 വോട്ട് ഈ ബൂത്തിലുണ്ട്, അതിൽ 400 നമുക്ക് കിട്ടും എന്ന് നുണ എഴുതി ജില്ലാ കമ്മിറ്റിക്ക് അയക്കും. ഈ നുണയുടെ ഒരു റിലേയിൽ കൂടിയാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഒരു ആവശ്യം. ദിസ് ഇസ് എ ടോട്ടൽ ലൈ. വി ന്യൂ ഇറ്റ് വാസ് എ ടോട്ടൽ ലൈ. ദാറ്റ് നമുക്ക് ഞാൻ പത്രപ്രവർത്തനം പത്രത്തിനും ചാനലിനും നടക്കുന്നില്ല. ഞാൻ യാത്ര ചെയ്താണ് കേരളത്തിൽ എല്ലായിടത്തും. ഞാനൊരു 2 യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡൽഹിയിലെയും വിദേശത്തുമുള്ള പത്രപ്രവർത്തകരോട് പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുണ്ട്. ബാലുശ്ശേരി അടക്കം തോൽക്കുകയാണ്, പയ്യന്നൂർ തോൽക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് അറിയാതെ പറഞ്ഞിരുന്നത് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമം പിണറായി വിരുദ്ധരെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരാണ് ഇവർ ജയിച്ചേക്കാമെന്ന് പറഞ്ഞതല്ലേ. NS മാധവൻ 78. അതിൻ്റെ ഒരു രസം കേട്ടത്, മാധവൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. എനിക്ക് 100 110 എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ധാരണ. അത് എല്ലാവരോടും പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു രസമുണ്ടായി. അപ്പോൾ അത് പറഞ്ഞതൊരു തെറ്റുപറ്റി. ഈ 78 സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ 10 സീറ്റ് തിരുവനന്തപുരത്ത് തെറ്റിയാണ് മാധവൻ പറഞ്ഞത് തോന്നുന്നു. അപ്പോൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള CPM സംസ്ഥാന സ്ഥാനാർത്ഥികൾ വിളിച്ച് മാധവനോട് ചോദിച്ചു തുടങ്ങി, സാറ് എഴുതിയത് 10 സീറ്റിൽ ഞാനുണ്ടോ? ഇതാണ് ഇത്രയും പരിഹാസ്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ആത്മവിമർശനം, സ്വയം വിമർശനം എന്ന് പറയുന്നു. വിമർശിക്കാൻ ഇപ്പോൾ സതീശനുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രശേഖറുണ്ട്, RSS ഉണ്ട്. സ്വയം വിമർശനം എന്താണ്? ഞാൻ ബേബിയോടും ചോദിച്ചു. അപ്പം എനിക്ക് സ്വയം വിമർശനം എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. എന്ത് തുറന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ എൻ്റെ അടുത്ത് ആരെന്ന് വെച്ചാൽ അതല്ല ചോദ്യം. ബേബി MA ബേബി, തോമസ് ഐസക്, അങ്ങനെ ഒരു സ്വാഭാവികമായി ദേശീയ നേതൃത്വം വളരെ ശക്തമാണ്. ഇവരൊക്കെ ഉണ്ടായിട്ടും ഇതിന് പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഇവരാരും മോശക്കാരല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ അപജയം ഇവിടെ സംഭവിച്ചു? എന്തുകൊണ്ട് അവരൊന്നും ഇടപെട്ടില്ലല്ലോ? അവർ വെറും കാഴ്ചക്കാരെ പോലെ നിൽക്കുകയല്ലേ. എന്താ ജഡ്ജത്ത് ഇത് ചോദിക്കുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക്, ഞാൻ പറയുന്നത് ധാർമ്മിക ഭീരുത്വം, കമ്മ്യൂണിസ്റ്റ് ഭീരുത്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ എന്ത് ആവും എന്ന ഭയം. അത് എൻ്റെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എനിക്ക് ഇത് കഴിഞ്ഞ് ഒരുമിച്ച് കാപ്പി കുടിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവർക്കറിയാം. കാരണം ഞാൻ നിങ്ങളോടായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ബേബിയോട് പറയാത്തതൊന്നും നിങ്ങളോട് പറയുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.